ഇനി രണ്ടാം ഊഴത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞു ഭീമന്റെ മനോവ്യഥകളാണ് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആര് ഭീമനാകും എന്നതാണ് ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. പൂച്ചയ്ക്ക് ആര് മണികെട്ടെന്ന് പറയുന്നത് പോലെ അല്ലേ? അപ്പോൾ മഹാഭാരതത്തിലെ ഭീമനെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ശക്തനായിട്ടുള്ള, വളരെയധികം ആയോധന മുറകളും അതേപോലെ യുദ്ധത്തിന് ഉത്സാഹം കൊണ്ടു നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഭീമനെ കാണാൻ കഴിയുക. ഭീമനിൽ നിന്നാണ് ശരിക്കും വേണമെങ്കിൽ കൗരവരുടെ അധർമ്മങ്ങൾ തുടങ്ങണമെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ചെറുതായിരുന്ന പ്രായത്തിൽ തന്നെ ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ കാണിച്ച ആ ദൗത്യം, അന്നുണ്ടായ ചെറിയ ചെറിയ കുട്ടികളിൽ സംഭവിച്ച ചെറിയ ചെറിയ തർക്കങ്ങളിൽ നിന്നാണ് ഈ ഒരു ദേവാസുര യുദ്ധം പോലെ കൗരവ പാണ്ഡവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. പിന്നീട് പലരിലേക്കും അത് പടർന്ന് പോകുന്നുണ്ട്. എന്നാൽ ആ ഭീമനെയല്ല യഥാർത്ഥത്തിൽ രണ്ടാം ഊഴത്തിൽ നമുക്ക് കാണാൻ കഴിയുക. രണ്ടാം ഊഴത്തിലെ ഭീമൻ എന്ന് പറയുന്നത് വളരെ സട്ടിലായിട്ടൊരു മനുഷ്യൻ, പല കാര്യങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടൊരു മനുഷ്യന്റെ മനോവേദനകൾ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ആ വേദനകളെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വളരെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് ആരാണെന്ന് ചോദിച്ചാൽ വേറെ ആർക്കും നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റില്ല. ആരാണ്? മോഹൻലാൽ തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ്. ഇനി മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഋഷഭ് ഷെട്ടി വരുന്നു പറയുന്നു, വേറെ ആര് വരുന്നു പറയുന്നു. ഋഷഭ് ഷെട്ടി അദ്ദേഹത്തിന്റെ കാന്താര 1 and 2 ഒക്കെ നമ്മൾ കണ്ടു, വളരെ ഗംഭീരമാണ്. ഇനിയും ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു വളരെ എക്സ്ട്രാ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഭീമനെയല്ല രണ്ടാം ഊഴം ആവശ്യപ്പെടുന്നതും MT ആവശ്യപ്പെടുന്നതും. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പക്ഷേ മഹാഭാരതമാണ് നമ്മൾ ചിത്രീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. MTയുടെ മലയാളത്തിൻ്റെ ഭീമൻ, രണ്ടാം ഊഴത്തിലെ ഭീമൻ, അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല ഭാഗങ്ങളും ഭാവങ്ങളും മോഹൻലാൽ എന്ന വ്യക്തിയിലൂടെ നമ്മൾ അറിയാതെ കണ്ടു കഴിഞ്ഞു. MT തന്നെ അറിയാതെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ചോയ്സ് ലാലേട്ടൻ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി പലരും ചോദിക്കുന്ന കാര്യം, 2018 ശേഷം അദ്ദേഹത്തിന്റെ മുഖപേശികൾക്കുണ്ടായ പ്രശ്നങ്ങൾ, ബോട്ടക്സ് അല്ലെങ്കിൽ ത്രെഡ് ലിഫ്റ്റിംഗ് ഒക്കെ വഴി ഉണ്ടായ ഇഷ്യൂസ്, അവിടെയൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് താങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറഞ്ഞ ഫിലിം. അത് നമുക്കറിയാം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയ പടമാണെങ്കിലും അതിനകത്തൂടെ നിങ്ങൾ വെറുതെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളോടെയൊക്കെ തന്നെയാണ് ലാലേട്ടൻ ആ ഫിലിമിൽ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്കും, ഞാൻ മനസ്സിലാക്കിയ ഒരാൾക്കും ലാലേട്ടൻ്റെ, മോഹൻലാലിൻ്റെ അഭിനയത്തിന് യാതൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആ സിനിമ പോകുന്ന പേസും അതിന് കൊടുത്ത പ്രമോഷൻസും ആണ് പാളിപ്പോയത്. വാലിബൻ എന്ന ക്യാരക്ടറിനെ ഇത്രയധികം ഗംഭീരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ലാലേട്ടന് സാധിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇനി നമുക്ക് ഈ 2 ക്യാരക്ടേഴ്സും തമ്മിലോ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് വലിയൊരു മനോഹാരിതയും ഒരു പോസിബിലിറ്റിയും കാണാൻ കഴിയും. എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, നിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാം, സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ, ഒരു ലിബർട്ടി നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യം, ഈ LJPയുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വാലിബൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലെ സാംസൺ, അതുപോലെ ഹനുമാൻ, കർണൻ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കാച്ചിക്കുറുക്കിയ ഒരു മുതലാണ് വാലിബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാലിബനിലെ പ്രത്യേകത എന്താണ്? ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് അവിടെയുള്ള മല്ലന്മാരെ, ഗുസ്തിക്കാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ പണവും പെണ്ണും അധികാരങ്ങളും എല്ലാം പിടിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പരമാവധി എല്ലുമുറിയെ ഇടികൂടുക, അവിടെ ഉള്ള ആളുകളെ തോൽപ്പിക്കുക, മല്ലന്മാരെ തോൽപ്പിക്കുക, പരമാവധി ഭോഗങ്ങൾ ആസ്വദിക്കുക, ഭക്ഷണമായിട്ടും എല്ലാ രീതിയിലും. അതിനുശേഷം അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ യാത്രയിൽ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? എനിക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഒപ്പമുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് നീറുന്ന മനസ്സുമായിട്ട് അവസാന നിമിഷം മോഹൻലാൽ നിൽക്കുന്നത് ആ അയ്യനാർ എന്ന ക്യാരക്ടറിന്റെ മുൻപിൽ. ഇനി ആർക്കു വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? ഒപ്പം നിന്നവർ തന്നെ തള്ളിപ്പറയുമ്പോൾ, അവരെ വകഞ്ഞു മാറ്റി പോകുമ്പോൾ കിട്ടുന്ന എന്ത് വിജയമാണ് ഞാൻ ആസ്വദിക്കേണ്ടത്? തായും തന്തയും ബന്ധുമിത്രാദികളും ഇല്ലാത്ത ഒറ്റയാണ് യോദ്ധാവെന്ന് അറിയുന്നതിനേക്കാൾ വലിയ എന്ത് നിജമാണ് ഈ ഭൂമിയിലുള്ളത്?
ഇങ്ങനെ മനോവ്യതയോടെ മൗനത്തോടെ മുമ്പോട്ട് പോകുന്ന വാലിബനെ നമുക്ക് LJPയുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനിൽ കാണാൻ കഴിയും. ഇതേ ബോട്ടെക്സും ത്രെഡ് ലിഫ്റ്റിങ്ങും ഒക്കെ എടുത്ത അതേ മോഹൻലാൽ തന്നെയാണ് ഏറ്റവും ക്ലോസപ്പ് ഷോട്ട്സിൽ സ്വന്തം അനിയനെ അറിയാതെ വധിച്ചപ്പോൾ ഉണ്ടായ എമോഷണൽ ഫ്ലക്ച്വേഷൻസ് മുഴുവൻ കാണിച്ചതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതെ, ആ ഫിലിം ചിലപ്പോൾ വളരെ സ്ലോ പേസ് ആയിരിക്കാം. ഞാനത് 3 വട്ടം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്. സ്ലോ പേസ് ഫിലിംസും ഉണ്ട്. എല്ലാം ഇതുപോലെ KGF പോലെ നരസിംഹം പോലെയൊക്കെ അടിച്ചു മിടുക്കിയുള്ള ഫിലിംസ് അല്ല. ഇങ്ങനത്തെ പേസ് ഫിലിംസും ഉണ്ട്. ആ ഫിലിംസിൻ്റെ ഒരു താളം അത് കൺവേ ചെയ്യാനായിട്ട് ഇവരുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. A to Z നോക്കിക്കഴിഞ്ഞാൽ ഒരു അതിമഹത്തായ ഒരു ചിത്രമല്ല എങ്കിലും ഒരിക്കൽ കണ്ടിരിക്കാവുന്ന ഏതൊക്കെയോ സ്ഥലത്ത് ഒരു അനുഭൂതി നൽകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ അതിൻ്റെ ഒരു നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പല സിനാരിയോസും പരിചയപ്പെടുത്തുന്ന ഒരുപാട് മനോഹര രംഗങ്ങൾ, അതേപോലെ ലാലേട്ടൻ്റെ പലതരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. വീണ്ടും ഞാൻ പറയുന്നു, ഇതെനിക്ക് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് വേറെ ഉണ്ടാകാം, ആയിക്കോട്ടെ. ഐ വെൽക്കം ദാറ്റ് വ്യൂ പോർട്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ മലൈക്കോട്ടെ വാലിബൻ അവതരിപ്പിച്ച ലാലേട്ടന് 2-ാം ഊഴത്തിലെ ഭീമനെ അവതരിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നെഗറ്റീവ് ഫേസിലിരിക്കുമ്പോഴാണ് ആ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അഭിനയിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭീമനാകാൻ, 2-ാം ഊഴത്തിലെ ഭീമനാകാൻ. ഇനി ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ 2-ാം ഊഴം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇതേ വ്യഥകൾ പലയിടത്തും ദ്രൗപദിയിൽ നിന്ന്, അതുപോലെ മറ്റ് സഹോദരങ്ങളിൽ നിന്ന്, ഈവൻ കൃഷ്ണനിൽ നിന്ന് പോലും കിട്ടുന്ന ചില തിക്താനുഭവങ്ങൾ. സ്വന്തം മകൻ ഘടോത്കചൻ എന്ന മകൻ മരണത്തിന് കീഴടങ്ങുന്നത് ശ്രീകൃഷ്ണന്റെ ചില തീരുമാനങ്ങളിലുണ്ടായ പിഴവുകളാണെന്നാണ് ഭീമൻ വിശ്വസിക്കുന്നത്. 2-ാം ഊഴത്തിലും മഹാഭാരതത്തിലും പറയുന്നുണ്ട്, ചിലയിടത്ത് ഭീമൻ ശ്രീകൃഷ്ണനോട് എതിരിടുന്ന സ്ഥലമുണ്ട്. എതിരിടാന്ന് വെച്ചാൽ കായികമായിട്ടുള്ള വാക്കുകൾ കൊണ്ട്. പക്ഷെ അതേസമയം ശ്രീകൃഷ്ണന്റെ ആളുടെ ദിവ്യത്വത്തെ അദ്ദേഹം മറക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പല ഭാഗത്തും ഉണ്ടാകുന്ന ഒരു യോദ്ധാവ് മാത്രമല്ല, പ്രണയത്തിൽ തുളുമ്പുന്ന ദ്രൗപദിയോടുള്ള പ്രണയവും ഹിഡുംബിയോടുള്ള പ്രണയവും, ഘടോത്കചന്റെ മാതാവായിട്ട് ഹിഡുംബിയോടുള്ള പ്രണയവും, അതേപോലെ ഒരു യോദ്ധാവിൻ്റെ ഒരു ശക്തിയും, എന്നാൽ ജ്യേഷ്ഠൻ തൊട്ട് മുകളിലിരിക്കുന്ന ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങൾ കാരണം ഉള്ളിൽ വച്ചിരിക്കുന്ന ആർജവും കരുത്തും കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുമ്പോണ്ടാവുന്ന പലതരത്തിലുള്ള ആത്മസംഘർഷങ്ങൾ കൊണ്ട് പുളയുന്ന ആ ഒരു ഭീമൻ ഇത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ MT കുറിച്ചു വച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഭീമനെ മലൈക്കോട്ടെ വാലിബനുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും ആ ഒരു സാമ്യത കാണാൻ കഴിയും. പലരാലും തഴയപ്പെട്ട് ഇനി എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്, അവസാന നിമിഷം കുന്തി പോലും പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. അച്ഛനാര് എന്ന ചോദ്യത്തിന് തികച്ചും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞ് നടന്നകലുന്ന കുന്തിയെ നോക്കിക്കൊണ്ട് ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു ഭീമനെ നമുക്ക് 2-ാം ഊഴത്തിൽ കാണാൻ കഴിയും. തുടക്കത്തിൽ കടൽ കറുത്തിരിക്കുകയായിരുന്നു, നരനാരായണന്മാരിൽ നരൻ മാത്രം ബാക്കി, നാരായണൻ അലിഞ്ഞു പോയിരിക്കുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ മരണത്തോടെ ഉണ്ടായ കാര്യങ്ങളോട് കറുത്ത കടലിലെ കാണിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ അല്ലെങ്കിൽ എഴുതി നീങ്ങിയ 2-ാം ഊഴം അവസാനിക്കുന്നത് ഭീമന്റെ ദുഃഖത്തിലാണ്, ഭീമന്റെ ആത്മസംഘർഷത്തിലാണ്. ഈ ആത്മസംഘർഷങ്ങളെ സ്വന്തം കണ്ണുകളിലൂടെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ലാലേട്ടന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാം, വേണമെങ്കിൽ വിയോജിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്തായാലും ആര് അഭിനയിച്ചാലും അത് മനോഹരമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും മറക്കരുത്, ഈ ഒരു മഹത്തായ ഗ്രന്ഥം എഴുതിയ വ്യാസമഹർഷി, അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണും അദ്ദേഹത്തിൻ്റെ പക്ഷപാതരഹിതമായിട്ടുള്ള തൂലികാശക്തിയും, അതേപോലെ
ഒരു സൈഡ് ചേർന്ന് നമുക്ക് ഭീമനിലൂടെ മഹാഭാരതം കാണിച്ചു തന്ന MTയെയും നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിരേഷനായി മാറട്ടെ. ഇതേപോലെ ലോകം കണ്ണു തള്ളുന്ന, ലോകം നമിക്കുന്ന അത്യസാധാരണമായിട്ടുള്ള സൃഷ്ടികൾ ഇനിയും പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയകൃത്തെ.